ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷീജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ആൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രോക്ക് നമ്മൾ തയ്ക്കുന്നതാണ്, സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് വർക്ക് ഗ്രീൻ കളർ നെറ്റാണ്. വർക്ക് നെറ്റും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള നെറ്റുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ലൈനിങ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഡാർക്ക് കളർ ഗ്രീനാണ് സാറ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് ബ്ലാക്ക് പോലെ തോന്നും, ബ്ലാക്ക് അല്ല, നല്ല ഡാർക്ക് കളറ് മെറ്റീരിയലാണ്. പിന്നെ നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ധൃതിയിൽ തയ്ച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ക്രിസ്മസിന് പോകുന്നതിന് മുന്നേ തന്നെ, വെക്കേഷന് പോകുന്നതിന് മുന്നേ തന്നെ ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചൊരു ഡ്രസ്സായിരുന്നു. പക്ഷെ നമുക്ക് ആ കൃത്യസമയത്ത് തയ്ക്കാൻ ഒത്തിരി തിരക്കുള്ളത് കാരണം ആ ടൈമിൽ തയ്ച്ച് തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാനിത് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നാട്ടിൽ നിന്നാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ എൻ്റെ മെഷീനിലാണെങ്കിൽ തയ്ക്കുമ്പോഴത്തേക്കും ജാക്കിൻ്റെ മെഷീനാണ്, ജാക്ക് F5ൻ്റെ മെഷീനാണ്. അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ തയ്ക്കാൻ പറ്റും. മാത്രമല്ല കുറേയധികം ഫങ്ഷൻസ്, ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കുറേയധികം ഫങ്ഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡിൽ ചെയ്യുന്ന കുറേയധികം ഫങ്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു മെഷീനിൽ. അതിൽ നിന്ന് പിന്നെ പഴയ ഇതിലേക്ക് പോകുമ്പോൾ അത് തപ്പിപ്പിടിക്കലിൻ്റെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് ചെയ്യാനും ഫ്രില്ലിടാനും ഒക്കെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം തയ്ച്ചു. പക്ഷേ നമ്മൾ തയ്ച്ച് ഒക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ നമ്മൾ കൊടുത്തു. 25-ാം തീയതി നമ്മൾ 26-ാം തീയതിയാണ് കല്യാണമായിരുന്നു. 26-ാം തീയതി രാവിലെ ഞങ്ങൾ സാധനം കസ്റ്റമറുടെ കയ്യിലെത്തിച്ചു. അപ്പോൾ കസ്റ്റമർ വേറെ ആരുമില്ല, ഞങ്ങളുടെ കസിൻ സിസ്റ്ററിൻ്റെ മകളാണ്, അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കൊണ്ടെത്തിച്ചു. കുട്ടി ഇടുകയും ചെയ്തു, കല്യാണത്തിന് മോള് ഇടുകയും ചെയ്തു. ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ യോക്ക് പോർഷൻ വന്നിട്ട് കുറച്ചൊന്ന് കയറിപ്പോയി. കാരണം ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ചൊന്ന് കയറിപ്പോയി. എനിക്ക് അളവില്ലാതെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അത് യോക്ക് പോർഷൻ ഒന്ന് കയറിപ്പോയി. അപ്പോൾ നമ്മളത് തിരിച്ച് കൊണ്ടുവന്ന് നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു, കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ യോക്ക് പോർഷൻ്റെ നീളം കൂട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു യോക്ക് പോർഷനിലായിട്ട് ജോയിൻറ്റ് വരില്ല. ആ ജോയിൻറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വർക്ക് കൊടുക്കാമെന്ന്, കാരണം വർക്ക് നെറ്റാണ് നമ്മൾ മേളിൽ ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ എന്ത് വർക്ക് കൊടുക്കാമെന്നിങ്ങനെ ആലോചിച്ച് കുറേ പണികൾ ഇങ്ങനെ ഒപ്പിച്ചു കേട്ടോ. ഞാനിങ്ങനെ സാറ്റിൻ്റെ തുണിയല്ലേ ലൈനിങ്ങിലുള്ളത്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്ലവറൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഐഡിയയിൽ വന്ന ഫ്ലവറുകളൊക്കെ ഫ്ലോപ്പായിപ്പോയി. ഞാൻ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്ത് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് തയ്ച്ച് കൊടുക്കുമ്പോൾ ഓക്കെ, പിന്നെ പൊളിച്ച് അത് ശരിയാക്കി എടുക്കുമ്പോഴത്തേക്ക് കുറേ ടൈം ഇങ്ങനെ പോകും. എൻ്റെ കുറേ സമയം ഇങ്ങനെ പോയിട്ടോ. കുറേ പൂവിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ വെട്ടി ഒക്കെ സെറ്റ് ചെയ്തൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ മെഴുകുതിരി വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴൊക്കെ കുറേ അധികം സമയം നമുക്കിങ്ങനെ വേസ്റ്റായിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഫ്ലവർ ചെയ്ത് നോക്കി, എനിക്കൊരു മനസ്സിന് തൃപ്തിയില്ല. പിന്നെ ഞാൻ ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സിന് നമ്മളൊരു പുതിയൊരു ഐഡിയ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പുതിയ ഐഡിയ ഒന്നുമല്ല, ഒരു ബോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വലിയൊരു ബോ ആയിട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ജോയിൻ്റ് ചെയ്യുന്നതൊക്കെ കാണാതിരിക്കാൻ പാകത്തിന് ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലുള്ള വലിയ ബോ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. ഇത് കാരണം കുറേ സമയമെടുത്ത് ഞാൻ ചെയ്തതായിരുന്നു, കുറേ ടൈം എടുത്ത് അത് തീയിലൊക്കെ ഇങ്ങനെ ആക്കിയൊക്കെ ചെയ്ത് നല്ല ഇതായിരുന്നു. പക്ഷെ എനിക്കതൊരു മനസ്സിനൊരു തൃപ്തി വരാത്തത് കാരണം ഞാൻ അവസാനം ഫൈനലൈസ് ചെയ്തത് ഈ ഒരു ഡിസൈനാണ്. നമ്മുടെ സാറ്റിൻ്റെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒരു ബോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലും ഇങ്ങനെ ഒരു വലിയ ബോയാണ്, കാരണം അതിൻ്റെ കുറുകെ ഒരു ജോയിൻറ്റ് വരുന്നത് കാരണം അങ്ങനെ വലുതായിട്ട് അത് അറിയാതിരിക്കാൻ പാകത്തിന് വലിയൊരു ബോയാണ്. വലിയ വൃത്തികേടൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ നമ്മൾ ബാക്കിലായിട്ട് ചെയ്തിട്ടുള്ളതും ഇങ്ങനൊരു ബോ തന്നെയാണ്. നമ്മൾ ഒരു
4 ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നെറ്റാണ്, അതിൻ്റെ ഇടയിൽ പിന്നെ സാറ്റിൻ്റെ ലൈനിങ്, അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റിഫ് നെറ്റ്, അതിൻ്റെ ഇടയിൽ ക്രേപ്പിൻ്റെ ലൈനിങ്, അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഇത് ഇങ്ങനെ ഒരു ബോ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിൽ നമ്മളൊരു ബോ കൊടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു ടെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു വാല് പോലെ നമ്മൾ റിബണും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് എനിക്കൊരു മനസ്സിനൊരു തൃപ്തിയായത്. അപ്പോഴത്തേക്കും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ പറയണം കേട്ടോ. എങ്ങനെ, എന്താണ് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും മാറ്റാനുണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് പറയുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല, എന്നാലും ആ ഒരു നമുക്ക് പാച്ച് വർക്ക് വരുന്നത് കാണാതെ ശരിയാക്കാൻ പറ്റിയല്ലോ, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.